ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബീഫ് വെച്ചൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ. അതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി, അതൊക്കെയാണ് വേണ്ടത്. അതെല്ലാം നമുക്ക് ബീഫ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് കുരുമുളകും അതുപോലെ തന്നെ ഉപ്പും അത്യാവശ്യം കരിയേപ്പിൻ്റെ ഇലയും ഇട്ട് നമുക്കിത് ഒന്ന് കുക്ക് ചെയ്ത് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത്. എന്നിട്ട് അതെല്ലാം കൂടി ഒരുമിച്ചിട്ടതിന് ശേഷം നമുക്ക് കുക്കറിൽ ലേശം വെള്ളം ഒഴിക്കണം കേട്ടോ. ബീഫ് വേവാനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ച് വെക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് അത് ഗ്യാസ് സ്റ്റോപ്പുമ്മലേക്ക് നമുക്ക് വെക്കാം. ഇത് നന്നായിട്ട് വേവണം, ബീഫ് നന്നായിട്ട് കുക്കാവണം, സോഫ്റ്റ് ആവണം. നമുക്കത് പീസ് ആക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ട് സോഫ്റ്റ് ആവണം. അത് വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ക്യാരറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ക്യാരറ്റ് നമുക്ക് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളമാണ് നമുക്ക് വേണ്ടത്. നന്നായിട്ട് ക്യാരറ്റ് കുനുകുനാന്ന് അരിഞ്ഞതിന് ശേഷം ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ ഇത് നന്നായിട്ട് വെന്തോളും. നമുക്ക് കുറച്ചും കൂടി കുരുമുളക് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒരു വിസിലും കൂടി നമുക്ക് അടുപ്പിച്ചെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മൂടി തുറന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു എഗ് വൈറ്റ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേയൊന്നും വേണ്ട, നമ്മൾ ഉണ്ടാക്കിയ സൂപ്പിൻ്റെ ആവശ്യത്തിന് മാത്രം അത്യാവശ്യം ഒന്ന് എഗ് വൈറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 സ്പൂണ് കോൺഫ്ലവറിൽ ലേശം വെള്ളം ഒഴിച്ചത് നമുക്കത് കലക്കി വെച്ചതാണ്. എന്താ ഇതിങ്ങനെ തിള വരുന്ന സമയത്ത് ആ എഗ് വൈറ്റ് ഒന്ന് കുക്കാവുന്ന ടൈമിൽ നമുക്ക് ആ കലക്കി വെച്ച കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ചേർക്കുന്നതോട് കൂടി അതൊന്ന് കുറുകി വരും. ആ കുറുകിയതിന് ഇതിന് കുറേ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർക്കാം കേട്ടോ. കോണ് ചേർക്കാം, അതുപോലെ അങ്ങനെ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർക്കാം. ഞാൻ ഇതിൽ ക്യാരറ്റ് മാത്രമേ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് നമ്മളെ കൈമിലൊരു ബീഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ്. അത് ഇളക്കി വന്നത് കുറുകി വന്നതിന് ശേഷം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് എന്തായാലും ഇത് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ട് എല്ലാവരും ഉണ്ടാക്കണം. എരി കുറവാണെങ്കിൽ നമുക്ക് ഒത്തിരി കൂടി കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മസ്റ്റായിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.